കഴിഞ്ഞ ദിവസത്തെ ഒരു വീഡിയോയുടെ താഴെ നോമ്പുതുറ റെസിപ്പീസ് ഇടുക ചേച്ചി എന്ന് പറഞ്ഞിട്ടൊരു സബ്സ്ക്രൈബർ എനിക്ക് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ സബ്സ്ക്രൈബർ വേറെ ആരുമല്ല, എന്റെ സ്വന്തം അനിയത്തി തന്നെയാണ്. കമന്റ്സിലെങ്കിലും അവൾ എന്നെ ചേച്ചി എന്ന് വിളിക്കുന്നുണ്ടല്ലോ, അതെന്നെ സന്തോഷം. എന്തായാലും അവളുടെ റിക്വസ്റ്റ് പ്രമാണിച്ച് നമുക്ക് ഇന്നൊരു ചിക്കൻ മോമോസ് ഉണ്ടാക്കിയാലോ. അതിന് വേണ്ടിയിട്ടുള്ള മാവ് ആദ്യം തന്നെ കുഴച്ചു വെച്ചു. പിന്നെ ബോൺലെസ് ആയിട്ടുള്ള ചിക്കനിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ആവശ്യത്തിന് ഉള്ളി ഇട്ടിട്ട് പേസ്റ്റ് ആക്കി എടുത്തു. എന്നിട്ട് അതിലേക്ക് കുറച്ച് സോയാ സോസും ഉപ്പ് ഇട്ടിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് മിക്സ് ആക്കി വെച്ചു. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച മൈദേനെ ഇതേപോലെ ഷീറ്റ് ആക്കിയിട്ട് മാറ്റാം. മോമോസ് ഉണ്ടാക്കുമ്പോൾ തിക്നെസ് വളരെ കുറവായിട്ട് മതി. എനിക്ക് എത്ര ചെയ്തിട്ടും റൗണ്ട് ഷേപ്പ് വരാത്തോണ്ട് ഞാൻ ഇതേപോലെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി ഈ ഷീറ്റിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ചിക്കന്റെ പേസ്റ്റ് ആവശ്യത്തിന് വെച്ചു കൊടുക്കുക. എന്നിട്ട് ഇത് അതേപോലെ മൈദയുടെ ഷീറ്റ് ഫോൾഡ് ചെയ്തിട്ട് ആ ചിക്കനെ മൊത്തം കവർ ചെയ്യണം. ഇതിപ്പോ ഞാൻ തട്ടിക്കൂട്ടായിട്ട് ഫോൾഡ് ചെയ്ത് എടുത്തതാണ്. ഇതിനേക്ക് അടിപൊളിയായിട്ടാണ് കടയിൽ നിന്ന് നമുക്ക് കിട്ടും. പിന്നെ ഞാൻ ഉണ്ടാക്കിയ മോമോസിന് കുറച്ച് അധികം വലിപ്പുണ്ടായിരുന്നു. അതിപ്പോ നമുക്ക് അധികം എക്സ്പീരിയൻസ് ഒന്നും ഇല്ലല്ലോ ഇതുണ്ടാക്കി. അങ്ങനെ ഉണ്ടാക്കിയ മോമോസിനെ ഇഡ്ലി ചെമ്പിലും വെച്ചിട്ട് സ്റ്റീം ചെയ്യാൻ വെച്ചു. അത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള ചട്നി ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് തക്കാളിയും ചുവന്നമുളകും ഇതേപോലെ വെള്ളത്തിലിട്ട് വേവിച്ചെടുത്തു. എന്നിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പും വെളുത്തുള്ളി ഇട്ടിട്ട് അരച്ചെടുത്തു. അങ്ങനെ നമ്മുടെ മോമോസിന്റെ കൂടെയുള്ള റെഡ് ചട്നി റെഡി ആയിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സ്നാക്ക് കൂടിയാണ് ഇത്. എന്തായാലും കടയിൽ നിന്ന് വാങ്ങുന്ന മോമോസിന്റെ ഏറെക്കുറെ അതേ ടേസ്റ്റ് ഇതിനും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അത്രേ ഉള്ളൂ. ടാറ്റാ.